പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. മഹാഭാരതം കഥ തുടരുകയാണ്. പതിവ്രത മഹാത്മ്യ പർവമാണ്. യുധിഷ്ഠിരന് സാവിത്രി ദേവിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് മാർക്കണ്ഡേയ മുനി. പണ്ട് മദ്രരാജ്യം ഭരിച്ചിരുന്ന മഹാസാത്വികനും ദാനേശ്വരനും ജിതേന്ദ്രിയനുമായ അശ്വപതി രാജാവ് സർവഭൂതരഹിതനും മഹാനുമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് സന്താന ഭാഗ്യമുണ്ടായിരുന്നില്ല. പ്രായമേറുന്തോറും മക്കളില്ലായ്മ ഓർത്ത് രാജാവിൻ്റെ മനസ്സ് ദുഃഖസാന്ദ്രമായി. അവസാനം രാജാവ് സന്താനവൃദ്ധിക്കായി കൊടും തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ജിതേന്ദ്രനും മിതാഹാരനും തീവ്ര ബ്രഹ്മചാരിയുമായി ഒരു പകലിനെ 8 ഭാഗിച്ച് അതിലെ 6-ാം മുഹൂർത്തത്തിൽ സൂര്യകന്യക സാവിത്രിയെ ഭജിച്ച് 1,00,000 പ്രാവശ്യം ഹോമിക്കുന്ന മഹാതപസ്സാണ് അശ്വപതി ചെയ്തത്. 18 വത്സരം നീണ്ടുനിന്ന തീഷ്ണ തപസ്സിൽ പ്രീതിയായ സാവിത്രി ദേവി ഹർഷം പൂണ്ട് അഗ്നിഹോമത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട് രാജാവിനോട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. രാജാവ് അശ്വപതി വിനയാന്വിതനായി പറഞ്ഞു, ധർമ്മകാംക്ഷയാൽ ഞാൻ സന്താന ലാഭം ആഗ്രഹിക്കുന്നു. കുലവൃദ്ധികരമായ സന്താന സമൃദ്ധി എനിക്ക് സിദ്ധിക്കണം. ദേവി എന്നിൽ പ്രീതിയായെങ്കിൽ എനിക്ക് ഈ വരം നൽകിയാലും. സാവിത്രി ദേവി അരുളി ചെയ്തു, മുൻപ് തന്നെ ഞാൻ ഭവാന്റെ ആഗ്രഹം അറിഞ്ഞിട്ടുണ്ട്. ഭവാന് സന്താന സിദ്ധിക്ക് ഞാൻ പിതാമഹനോട് ഉണർത്തിച്ചിട്ടുണ്ട്. സ്വയംഭൂവിൻ്റെ പ്രസാദത്തിൽ ഭവാന് തേജസ്വിയായ ഒരു പുത്രിയെ സിദ്ധിക്കുന്നതാണ്. ഭവാൻ യാതൊരു മറുപടിയും പറയരുത്. പിതാമഹന്റെ നിയോഗത്താലാണ് ഞാനിത് അറിയിക്കുന്നത്. സാവിത്രി വചസ്സുകൾ ശിരസാ വഹിച്ച് അതീവ ശുഭാപ്തിയോടെ അശ്വപതി രാജ്യം പാലിച്ചു. നിയതവ്രതനായ രാജാവ് യഥാസമയം തൻ്റെ മൂത്ത പത്നിയിൽ ഗർഭാധാനം ചെയ്തു. മനുനന്ദിനിയായ രാജപത്നിയിൽ ഗർഭം ശുക്ലപക്ഷത്തിലെ തിങ്കൾ കല പോലെ വളർന്ന് യഥാകാലം ഒരു പുത്രിയെ പ്രസവിച്ചു. സാവിത്രി ദേവിയുടെ പ്രസാദത്താൽ ലഭിച്ച പുത്രിക്ക് സാവിത്രി എന്ന് രാജാവ് നാമകരണം ചെയ്തു. ഉടൽ പൂണ്ട ലക്ഷ്മിയെപ്പോലെ അതീവ സുന്ദരിയായ അവൾ യൗവനം പൂകി. തനുമധ്യയും പൃഥാശ്രോണിയുമായ സാവിത്രി സ്വർണശില്പം പോലെ സർവമോഹിനിയായി തീർന്നു. അവളെ കാണുന്നവർ ദേവകന്യകയാണോ ഇത് എന്ന് സംശയിച്ചു. സൗന്ദര്യ തേജസ്സാൽ അതിദീപ്തമായ അവളെ വരിക്കാൻ ആരും ധീരത പ്രകടിപ്പിച്ചില്ല. സാവിത്രി സ്നാനം ചെയ്ത് ദേവാർച്ചനയ്ക്ക് ശേഷം ലഭിച്ച പ്രസാദവുമായി പിതാവിൻ്റെ സവിധത്തിലേക്ക് ഉടൽ പൂണ്ട ലക്ഷ്മി ദേവി തുല്യയായി ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വണങ്ങി പുഷ്പങ്ങൾ നൽകാറുണ്ട്. ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യ ധോരണിയുള്ള സാവിത്രിയുടെ ദീപ്ത തേജസ് കണ്ട് വരന്മാരാരും അവളെ അർത്ഥിച്ചില്ല. ഇതിൽ പിതാവ് ദുഃഖം പൂണ്ടു. പുത്രീവത്സലനായ രാജാവ് പറഞ്ഞു, മകളെ, നിന്നെ വിവാഹം ചെയ്തു നൽകേണ്ട കാലമായിരിക്കുന്നു. ആരും നിന്നെ അർത്ഥിക്കാത്തതിനാൽ നീ നിനക്ക് യോജിച്ച ഒരാളെ തിരഞ്ഞെടുക്കുക. അക്കാര്യം നീ എന്നെ അറിയിക്കുക. ഗുണദോഷ വിചാരത്തിനു ശേഷം ഞാൻ കന്യാദാനം ചെയ്യുന്നതാണ്. അതിനാൽ നീ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുക. ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നത് ഇങ്ങനെയാണെന്ന് നീ ഓർക്കുക. പെണ്ണിനെ യഥാസമയം വിവാഹം കഴിപ്പിച്ചില്ലെങ്കിൽ അപരാധി അച്ഛനാണ്. പെണ്ണിനെ യഥാസമയം വിവാഹം കഴിച്ചില്ലെങ്കിൽ അപരാധി പുരുഷനാണ്. അച്ഛനില്ലാത്ത കാലത്ത് അമ്മയെ സംരക്ഷിക്കേണ്ടത് പുത്രനാണ്. മകളെ, നീ ഉടനെ നിന്റെ പുരുഷനെ കണ്ടെത്തുക. ദേവന്മാർ എന്നെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. ഉടനെ രാജാവ് വൃദ്ധമന്ത്രിമാരെ തൻ്റെ തീരുമാനം അറിയിച്ച് പുത്രിയെയും കൊണ്ടുള്ള യാത്രയ്ക്ക് ഒരുക്കത്തിനായി കൽപ്പന പുറപ്പെടുവിച്ചു. ആ കന്യക താതാ കൽപ്പന ശിരസാ വഹിച്ചു. യാത്രാസജ്ജയായി സാവിത്രി പിതാവിൻ്റെ പാദം വണങ്ങി. അവൾ പൊൻതേരിൽ സംശയരഹിതയായി ശുഭമനസ്സോടെ വൃദ്ധ മന്ത്രികളോടൊപ്പം പുറപ്പെട്ടു. വിവിധ രാജർഷികൾ വസിക്കുന്ന പുണ്യ ആരണ്യ ദേശങ്ങൾ പ്രവേശിച്ചു.
എല്ലാ ആരണ്യകങ്ങളും തീർത്ഥങ്ങളും സന്ദർശിച്ച് ആ വരാർത്ഥ യാത്ര മുന്നേറി. തീർത്ഥങ്ങളിൽ വിപ്രഷിമാർ ആ കന്യക ധനദാനം ചെയ്ത് ഓരോ ദിക്കുതോറും യാത്രകൾ തുടർന്നു. മാദ്രരാജാവ് നാരദ മഹർഷിയോടൊപ്പം സഭയിൽ സംസാരിച്ച് സന്തോഷം പൂണ്ടിരിക്കുമ്പോഴാണ് സാവിത്രി മന്ത്രിമാരോടൊപ്പം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയത്. ആ ശുഭാംഗി നാരദ മഹർഷിയുടെയും പിതാവിൻ്റെയും കാൽക്കൽ നമസ്കരിച്ചു. നാരദൻ രാജാവിനോട് പുത്രിയെക്കുറിച്ച് അന്വേഷിച്ചു. അശ്വപതി സ്വപുത്രിയെക്കുറിച്ചുള്ള സർവ്വതും പറഞ്ഞതിന് ശേഷം അവൾ വരിച്ച വരൻ ആരാണെന്ന് ചോദിച്ചറിയുവാൻ നാരദമുനിയോട് അപേക്ഷിച്ചു. അച്ഛൻ നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു, ദ്യുമസേനൻ എന്ന രാജാവായിരുന്നു സ്വാലം ഭരിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ അദ്ദേഹം അന്ധനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ശിശുവായിരുന്നു ഈ സമയത്ത്. ഈ അവസരത്തിൽ ശത്രുവായ അൽ രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യം നിഷ്പ്രയാസം കീഴടക്കി. ക്ഷണത്തിൽ ദ്യുമസേനൻ പത്നി സമേതം ശിശുവിനോടൊപ്പം നാടുവിട്ട് വനത്തിൽ വസിക്കാൻ തുടങ്ങി. മഹാവനത്തിലെത്തിയ അദ്ദേഹം കൊടും തപം ചെയ്തു. ആ മഹാന് വനത്തിൽ വെച്ച് ജനിച്ചതും അവിടെ തന്നെ വളർന്നവരുമായ സത്യവാനെ ഞാൻ പതിയായി ഭരിച്ചു. സാവിത്രിയോട് അർഹമായ പുരുഷനെ കണ്ടെത്തി വരിക്കുവാൻ പറഞ്ഞപ്പോൾ സാവിത്രി രാജ്യം നഷ്ടപ്പെട്ട രാജകുമാരനെ വരിച്ചു. അവൻ്റെ പേരാണ് സത്യവാൻ. സാവിത്രി അച്ഛൻ്റെ സമ്മതപ്രകാരം സത്യവാനെ വരനായിട്ട് പതിയായിട്ട് വരിച്ചു. ഇത് കേട്ട നാരദൻ പറഞ്ഞു, ഇത് വളരെ ഖേദകരമായി രാജാവേ. സാവിത്രി വസ്തുത മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. തൻ്റെ അച്ഛനും അമ്മയും സത്യനിഷ്ഠരായിരുന്നതിനാൽ അവൻ സത്യവാനെന്ന് വിളിക്കപ്പെട്ടു. അശ്വപ്രിയനായ അവൻ കളിമണ്ണുകൊണ്ട് അശ്വങ്ങളെ ഉണ്ടാക്കും. അശ്വങ്ങളെ നന്നായി വരയ്ക്കുകയും ചെയ്യും. അതിനാൽ ചിത്രാശ്വൻ എന്നവൻ അറിയപ്പെടുന്നു. നാരദൻ്റെ വാക്കുകളിൽ ആശങ്കപ്പെട്ട് രാജാവ് ചോദിച്ചു, അവൻ തേജസ്വിയല്ലേ? ധീമാനും ക്ഷാന്തനുമല്ലേ? ശൂരനല്ലേ? നാരദൻ പറഞ്ഞു, സത്യവാൻ തേജസ്വിയും വ്യാഴസമനായ ബുദ്ധിമാനുമാണ്. മഹേന്ദ്രനെ പോലെ വീര്യവാനും ക്ഷമിയെപ്പോലെ ക്ഷമാവുമാണ്. അശ്വപതി വീണ്ടും സംശയിച്ചു. ആ ക്ഷത്രിയൻ ബ്രാഹ്മണ്യനും ദാതാവും ഉദാരനും മനോഹര രൂപനുമല്ലേ? നാരദൻ പറഞ്ഞു, രന്തിദേവനെ പോലെ ദാനശീലൻ, ശിബിക്ക് സമമായ ബ്രാഹ്മണൻ, സത്യവാദി യയാദിയെപ്പോലെ ഉദാരൻ, അശ്വിനി തുല്യനായ പ്രിയദർശൻ, ഇവയെല്ലാം തികഞ്ഞ ദ്യുതിമാൻ തന്നെയാണ് ദ്യുമസേന ആത്മജൻ. സത്യവാന്റെ ഗുണകീർത്തനം കേട്ട് അശ്വപതി നാരദ മുനിയോട് പറഞ്ഞു, അവൻ്റെ ഗുണങ്ങൾ മാത്രമല്ല അവൻ്റെ ദോഷവും കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാരദൻ പറഞ്ഞു, ദോഷമെന്ന് പറയാൻ ആകെ ഒന്നേയുള്ളൂ. പക്ഷെ അത് സർവഗുണങ്ങളുടെ മീതെ നിൽക്കുന്നതാണ്. ആ ദോഷത്തെ പ്രയത്നം കൊണ്ട് മറികടക്കുവാൻ കഴിയില്ല. ഇന്നേക്ക് 1 സംവത്സരം തികയുന്ന ദിവസം അവൻ മരിക്കും, ദേഹം ത്യജിക്കും. മുനിയുടെ ഹൃദയഭേദകമായ വാക്യം അല്പനേരത്തേക്ക് രാജാവിനെ സ്തബ്ധനാക്കിയെങ്കിലും സംയമനം വീണ്ടെടുത്ത് മകളെ വിളിച്ചു പറഞ്ഞു, സാവിത്രി മകളെ, നീ മറ്റൊരാളെ അന്വേഷിച്ച് കണ്ടെത്തുക. അവനാകെയുള്ള ദോഷം സർവഗുണങ്ങൾക്കും മുകളിലാണല്ലോ. 1 വർഷം തികയുമ്പോൾ അവൻ മരിച്ച് ദേഹം ത്യജിക്കുമെന്ന് ദേവകൾ പൂജിക്കുന്ന നാരദമുനി പറയുന്നു. സാവിത്രി പിതാവിനോട് വിനയപൂർവം ദൃഢമായി ഇങ്ങനെ പറഞ്ഞു, ഒരാളിൽ കന്യകയ്ക്ക് അനുരാഗം ഉദിക്കുക, കന്യാദാനം ചെയ്യാമെന്ന് എഴുന്നേറ്റ് പറയുക, കന്യകയെ വിവാഹം കഴിച്ച് നൽകുക. ഈ 3 കാര്യങ്ങൾ ഒരാളെ സംബന്ധിച്ച് ഒരിക്കൽ സംഭവിച്ചാൽ പിന്നീട് മാറ്റുക അസാധ്യമാണ്. വരിച്ചവൻ ദീർഘായുസോ ശുഷ്കായുസോ അഗുണനോ ഗുണശാലിയോ ആയിരിക്കട്ടെ, ഞാൻ അദ്ദേഹത്തെ പതിയായി വരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരാളെ വരിക്കുവാൻ എനിക്കാവില്ല. ആദ്യം മനസ്സാൽ ഉറപ്പിച്ച് വാക്കാൽ പറഞ്ഞ് കർമ്മത്താൽ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ മനസ്സാണ് സർവത്തിൻ്റെയും പ്രമാണം. നാരദൻ രാജാവിനെ ഉപദേശിച്ചു.
രാജാവേ, ഭവാന്റെ മകൾക്ക് ഉള്ളിൽ ദൃഢതയുണ്ട്. അതിനാൽ ധർമ്മസ്ഥിതയായ അവളെ തടയരുത്. സത്യവാനുള്ള ശ്രേഷ്ഠകരമായ നന്മ മറ്റൊരാളിലുമില്ല. സാവിത്രിയെ സത്യവാന് നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഭവിക്കട്ടെ, രാജാവ് തുടർന്നു. അങ്ങ് പറഞ്ഞത് സത്യമായി ഭവിക്കും. അങ്ങനെ ഞാൻ പ്രവർത്തിക്കുന്നതാണ്. അങ്ങാണ് എൻ്റെ ഗുരു. സാവിത്രി പരിണയത്തിന് മംഗളവും ശുഭവും നേർന്ന് നാരദൻ വാനത്തിലേക്ക് മറഞ്ഞു. മകളുടെ ധൈര്യവും മുനിയുടെ അനുഗ്രഹവും സത്യവതിയെ സത്യവാന് നൽകുവാൻ രാജാവ് ധീരനാക്കി. ഒരു പുണ്യദിനത്തിൽ ഋദ്ധിക്കളുടെയും പുരോഹിതന്മാരുടെയും സാന്നിധ്യത്തിൽ രാജാവ് മകളോടൊപ്പം വിശുദ്ധാരണ്യത്തിലെ ദ്യുമസേന ആശ്രമത്തിലെത്തി. സാലവൃക്ഷത്തണലിൽ കുശാസനത്തിൽ ആസന്നായിരിക്കുന്ന അന്ധരാജർഷി ദ്യുമസേനെ മാദ്രേശൻ പൂജിച്ചാദരിച്ച് തൻ്റെ യാത്രാ ഉദ്ദേശം അറിയിച്ചു. ദ്യുമസേനൻ അശ്വപതിയെ യഥാർഹം സ്വീകരിച്ചതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ സ്വരാജ്യത്തിൽ നിന്നും ഭ്രഷ്ടാക്കപ്പെട്ട് വനവാസം സ്വീകരിച്ചിരിക്കുന്നവരാണ്. ഇവിടെ തപസ്വികളായ ഞങ്ങളുടെ കൂടെ വനവാസത്തിന് അർഹയായ ഭവാന്റെ മകൾക്ക് എങ്ങനെ കഷ്ടപ്പെടുവാൻ കഴിയും? അശ്വതി പറഞ്ഞു: സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും സാധാരണമാണ്. ആ ജീവിതഗതി എനിക്കും മകൾക്കും അറിയാം. സ്ഥിരമല്ലാത്ത സുഖദുഃഖങ്ങളെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഭവാനെ പൂജിച്ചു നിൽക്കുന്ന ഈ സ്നേഹിതനെ ഹതാശനാക്കരുത്. കുലസൗഹാർദ്ദങ്ങളിൽ നാം അനുരൂപനാണ്. അതിനാൽ എൻ്റെ മകളെ പുത്രഭാര്യയായിട്ട് അങ്ങ് സ്വീകരിച്ചാലും. ദ്യുമസേനൻ തൻ്റെ ചിന്ത വെളിവാക്കി: ഭവാനുമായി ഒരു ബന്ധം ഞാൻ വളരെ മുമ്പ് ആഗ്രഹിച്ചതാണ്. അപ്രതീക്ഷിതമായി രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ ആഗ്രഹത്തെ മറക്കുക മാത്രമാണ് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആഗ്രഹമാണ് അങ്ങിപ്പോൾ അഭ്യർത്ഥിച്ചത്. ആശ്രമത്തിൽ വെച്ച് സത്യവാൻ സാവിത്രിമാരുടെ വിവാഹം വിധിപ്രകാരം സമംഗളം നടത്തിയ ശേഷം അശ്വപതി സാവിത്രിയെ ഭദ്രാശ്രമത്തിൽ വിട്ട് സ്വന്തം രാജധാനിയിലേക്ക് പുറപ്പെട്ടു. പിതാവ് ആശ്രമം വിട്ട ഉടനെ സത്യവതി രാജകീയമായ സർവ ആഭരണ വിഭൂഷതകളും ത്യജിച്ച് വൽക്കലവും കാഷായവും ധരിച്ചു. എളിമയോടും പരിചര്യാദിശീലങ്ങളോടും കൂടി സർവർക്കും ഇഷ്ടത്തെ പ്രദാനം ചെയ്തു. ആദർശശുദ്ധിയും സർവനന്മയും നിറഞ്ഞ പത്നിയെ ലഭിച്ചതിൽ സത്യവാനും ആഗ്രഹിച്ച പതിയെ നേടിയതിൽ സത്യവതിയും പരസ്പരം ഹൃദയപൂർവ്വം ആഹ്ലാദിച്ചു. സാവിത്രി ഭർത്തൃപിതാവിന് ദേവപൂജ, സത്യവജസ്, നിയതവ്രതം എന്നിവകളാലും ഭർത്താവിനെ സ്നേഹവചസ്സുകൾ, പ്രാപ്തി, ശമം, ഗൂഢോപചാരം ഇവകളാലും ആനന്ദിപ്പിച്ചു. ആശ്രമജീവിതത്തിൽ കാലം കടന്നു പോകവേ നാരദൻ്റെ ദീർഘദർശനമോർത്ത് ആ രാജനന്ദിനി ഹൃദയവ്യത പൂണ്ട് അവളുടെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. കാലം കടന്നുപോയി. സത്യവാന്റെ മരണദിവസം അടുത്തു. 4 ദിവസം കൂടി മാത്രം. സാവിത്രി 3 ദിനം നീണ്ട അതിദുഷ്കരമായ വ്രതം ആരംഭിച്ചു. ധ്യാന നിമഗ്നതയോടെ 3 ദിവസം രാത്രി കഴിച്ചുകൂട്ടി. ഘോരമായ മൃത്യുദിന പ്രഭാതം പുലർന്നു. അവൾ തീവ്ര തപോനിഷ്ഠയായി അഗ്നിയിൽ ഹോമം നടത്തി. വൃദ്ധദ്വിജന്മാരെയും ശുശ്രൂരന്മാരെയും വന്ദിച്ചു. തപോവാസികൾക്ക് ദീർഘമാംഗല്യം കൊടുംദുഃഖത്താൽ ആമഗ്നനായ ഹൃദയത്തോടെ ഭർത്താവിൻ്റെ അന്ത്യദിനമോർത്ത് സാവിത്രി ആകുലപ്പെട്ടു. ശുശ്രൂരനും ആഹാരം കഴിക്കാൻ അവളെ നിർബന്ധിച്ചുവെങ്കിലും കൊടുംദുഃഖം ത്രസിക്കുന്ന സത്യവതി സൂര്യാസ്തമയമാവട്ടെ എന്ന് പറഞ്ഞൊഴിഞ്ഞു. സ്വമരണത്തെക്കുറിച്ച് അജ്ഞനായ സത്യവാൻ പതിവ് പോലെ ചുമരിൽ മഴുവും കയ്യിൽ കായ്കനികളും പൂക്കളും ശേഖരിക്കുവാൻ കുടയുമായി വനത്തിലേക്ക് പുറപ്പെടുമ്പോൾ സത്യവതി താനും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സത്യവാൻ അവളെ വനയാത്രയുടെ
ദുർഘടത്തെക്കുറിച്ച് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവൾ അതെല്ലാം സ്നേഹപൂർവ്വം തിരസ്കരിച്ചു. അവൾ അച്ഛൻ്റെ അനുഗ്രഹത്തോടെ, അനുമതിയോടെ സത്യവാന്റെ ഒപ്പം സാവിത്രിയും പുറപ്പെട്ടു. സജ്ജനങ്ങളെ, സത്യവാൻ 1 വർഷം തികയുമ്പോൾ മരിക്കും. ഇനി 1 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. മരിക്കേണ്ട ദിവസം രാവിലെയാണ് സത്യവാനും സാവിത്രിയും ചേർന്ന് കാട്ടിലേക്ക് പോകുന്നത്. സത്യവാനും സാവിത്രിയും വനത്തിലേക്ക് പുറപ്പെട്ടു. തൻ്റെ പത്നിയോടൊപ്പം ലീലകളിൽ മുഴുകി വനഭംഗി ആസ്വദിച്ച് നടക്കുമ്പോൾ സത്യവതിയുടെ ഹൃദയം നാരദൻ്റെ പ്രവചനമോർത്ത് നടുങ്ങിക്കൊണ്ടിരുന്നു. നർത്തകരായ മയിലുകളും വിശുദ്ധ നദികളും പൂത്തുലഞ്ഞ വൃക്ഷലതാദികളും നിറഞ്ഞ ആ വനസൗന്ദര്യം സത്യവാൻ സ്വന്തം കാന്തിക്ക് ഉല്ലാസത്തോടെ കാണിച്ചുകൊണ്ട് നടന്നു. സത്യവതി അവനെ ഉറ്റുനോക്കി. അദ്ദേഹത്തിൻ്റെ ആസന്ന മൃത്യുവിനെക്കുറിച്ചുണ്ടായ ആ ചിന്ത അവളുടെ ഹൃദയത്തെ വല്ലാത്ത വേദനയിലാക്കി. സത്യവാൻ കായ്കനികൾ പറിച്ച് കൂട്ടയിലാക്കിയ ശേഷം വിറകു വെട്ടിയെടുക്കുവാൻ തുനിഞ്ഞു. പൊടുന്നനെ അവൻ്റെ നെറ്റി വിയർത്ത് വളരെ പെട്ടെന്ന് ആ ക്ഷീണം ശരീരമാകെ വ്യാപിച്ചു. സാവിത്രി, എൻ്റെ തല വേദനിക്കുന്നു, ശരീരമാകെ തളരുന്നു. സത്യവാന്റെ ദുർബലസ്വരം തുടർന്നു. ആത്മാവിന് കഠിനാസ്വാസ്ഥ്യമുണ്ട്. തലയ്ക്കുള്ളിൽ ക്രൂരശൂലങ്ങൾ കുത്തിക്കയറുന്നത് പോലെ വേദന തോന്നുന്നു. അവൻ തളർന്നു വീഴാൻ തുടങ്ങിയപ്പോൾ സാവിത്രി അവനെ താങ്ങിപ്പിടിച്ചു കിടത്തി. ആ ശിരസ് സ്വന്തം മടിയിൽ വെച്ചു. നാരദൻ്റെ പ്രവചനം ഫലിക്കുകയാണെന്നോർത്ത് ആ തപസ്വിനി ഉത്കണ്ഠാകുലയായി. അല്പസമയത്തിനുള്ളിൽ ഭയാനകമെങ്കിലും സൗരതേജസ്സായ ഒരു രൂപം അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മനോഹരമായ കൃഷ്ണവർണ്ണമാർന്ന ഉടലും രക്തനേത്രങ്ങളുമുള്ള ആ രൂപത്തെ കണ്ടയുടനെ സാവിത്രി ക്രാന്തൻ്റെ ശിരസ് മടിയിൽ നിന്നും താഴെ വെച്ച് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ചോദിച്ചു, ഭവാനിലെ അമാനുഷഭാവം കണ്ട് ഞാൻ അങ്ങ് ഏത് ദേവനാണ് എന്ന് കരുതണം? അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും എന്തിനാണ് ഇവിടെ വന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ യമദേവൻ. നീ പതിവ്രതയും തപോവ്രതയുമായതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ കാലനാണ്. നിന്റെ പതിയായ ഈ രാജകുമാരൻ സത്യവാൻ ക്ഷണിക ആയുസ്സാണ്. ഇവനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സാവിത്രി വിനയാന്വിതയായി പറഞ്ഞു, ഭവാനെ, മനുഷ്യരെ കൊണ്ടുപോകാനുള്ള യമദൂതന്മാരല്ലേ വരാറുള്ളത്? പക്ഷെ ഇപ്പോൾ അങ്ങ് തന്നെ ആഗതനായിരിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാലും? സാവിത്രിയോട് പ്രിയം പൂണ്ട യമൻ പറഞ്ഞു, സത്യവാൻ ധർമ്മനിഷ്ഠനും ചാരുരൂപനും സൽഗുണസമ്പന്നനുമാണ്. അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോകുവാൻ ദൂതന്മാരെ അയക്കുന്നത് ശരിയല്ല. അതിനാലാണ് ഞാൻ നേരിട്ട് വന്നത്. ക്ഷണത്തിൽ യമൻ സത്യവാന്റെ ശരീരത്തിൽ കയറിട്ട് അങ്കുഷ്ടമാത്രാംഗനായ പുരുഷനെ ബലപൂർവം ആകർഷിച്ചെടുത്തു. ഉടനെ സത്യവാനിൽ ശ്വാസം നിലച്ചു. ശോഭ മങ്ങിപ്പോയി. ശരീരം ചലനമറ്റു. യമൻ സത്യവാന്റെ ജീവനും കൊണ്ട് തെക്കോട്ട് യാത്ര തുടങ്ങി. നിയതവ്രതയും ഭാഗയും കഠിന പതിവ്രതയുമായ സാവിത്രിയെ തന്നെ ദൃഢനിശ്ചയത്തോടെ സാവിത്രി യമനെ പിന്തുടർന്നു. സാവിത്രി, ഭവതി തിരിച്ചു പോവുക. ഭവനത്തിൽ ചെന്ന് ഉദകക്രിയകൾ ചെയ്യുക. നീ നിന്റെ കടമകൾ നിർവഹിച്ചിരിക്കുന്നു. അനുഗമിക്കാൻ കഴിയാവുന്നിടത്തോളം നീ ഭർത്താവിനെ അനുഗമിക്കുന്നത് നല്ലത്. ഇനി തിരിച്ചു പോവുക. അങ്ങ് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകുന്നത് എവിടേക്കാണോ അവിടം വരെ ഞാനും വരും. ശാശ്വത ധർമ്മമാണിത്. തപസ്, ഗുരുഭക്തി, ഭർത്തൃസ്നേഹം, വ്രതം എന്നിവയാലും അങ്ങയുടെ പ്രസാദത്താലും എൻ്റെ മാർഗത്തിൽ തടസ്സമില്ലല്ലോ. ധർമ്മമാർഗത്തെക്കുറിച്ചുള്ള തൻ്റെ ധാരണ വിവരിച്ച് സാവിത്രി ഇങ്ങനെ പറഞ്ഞു, പതിയെ ഏതവസ്ഥയിലും ഏത് ദിക്കിലേക്കും പിൻപറ്റുക ഭാര്യയുടെ ധർമ്മമാണ്. അതാണ് എനിക്ക് മുഖ്യം. സാവിത്രിയുടെ ധർമ്മജ്ഞാനത്തിൽ പ്രീതനായ യമൻ പറഞ്ഞു, സ്വരാക്ഷര വ്യഞ്ജനങ്ങൾ
യഥാർത്ഥമായി ചേർത്തുള്ള ഭവതിയുടെ ഭാഷണം കേട്ട് എനിക്ക് സന്തോഷം അനുഭവപ്പെടുന്നു. ഭവതി തിരികെ പോവുക. വരൻ്റെ ജീവനൊഴിച്ചുള്ള എന്തു വരം വേണമെങ്കിലും നീ ചോദിക്കുക. എൻ്റെ ശുശുരൻ അന്ധനും രാജ്യഭ്രഷ്ടനുമായി വനവാസിയായി കഴിയുകയാണ്. ആ രാജാവിന് കാഴ്ചയും മുൻപത്തേതുപോലെ ഫലവും ലഭിക്കുവാൻ അങ്ങ് പ്രസാദിക്കണം. സാവിത്രി പറഞ്ഞു. സാവിത്രി ആവശ്യപ്പെട്ട വരം നൽകിയ യമൻ അവളോട് തിരിച്ചു പോകുവാൻ പറഞ്ഞു. നീ ഇനിയും എന്നെ പിന്തുടർന്നാൽ തളർന്നു പോകും. സാവിത്രി പറഞ്ഞു, എൻ്റെ ദൈതൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ തളർച്ച എന്താണെന്ന് അറിയുന്നില്ല. പതിയുടെ ഗതിയാണ് പത്നിയുടെയും. സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം സർവർക്കും പ്രിയങ്കരമാണ്. യമൻ സാവിത്രിയുടെ ദൃഢമായ ഭർത്തൃസ്നേഹവും ധർമ്മബോധവും കണ്ട് പ്രസാദിച്ച് 4 വരങ്ങൾ കൂടി നൽകി. ഓരോ വരവും നൽകിക്കൊണ്ട് അവളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് യമന് വീണ്ടും വീണ്ടും വരങ്ങൾ നൽകേണ്ടി വന്നത്. തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനായ ദ്യുമസേനന് കാഴ്ച തിരിച്ചു ലഭിക്കുമെന്ന് വരസിദ്ധിക്കു ശേഷം ആവശ്യപ്പെട്ട വരങ്ങൾ ഇവയാണ്. ശുശുരന് നഷ്ടപ്പെട്ട രാജ്യത്തിൻ്റെ ആധിപത്യം വീണ്ടും ലഭിക്കണം. തൻ്റെ പിതാവായ അശ്വപതിക്ക് 100 പുത്രന്മാർ ജനിക്കണം. തനിക്ക് സത്യവാനിൽ നിന്ന് മഹാപ്രബലന്മാരായ 100 പുത്രന്മാർ പിറക്കണം. എന്നിവയാണ് തനിക്ക് ആവശ്യപ്പെട്ട വരം. സത്യവാനിൽ നിന്നും 100 പുത്രന്മാരുണ്ടാകണമെങ്കിൽ സത്യവാൻ പുനർജനിക്കണമായിരുന്നു. വരദാനം ചെയ്ത യമൻ സാവിത്രിയെ സാന്ത്വനിപ്പിച്ചയച്ചു. സാവിത്രി കഠിനോത്കണ്ഠയോടെ തൻ്റെ പതി കിടന്നിടത്തേക്ക് പാഞ്ഞു ചെന്നു. അദ്ദേഹത്തിൻ്റെ ശിരസ് തൻ്റെ മടിയിൽ വെച്ചു. കാന്തൻ്റെ മുഖത്തേക്ക് നോക്കി. നിർനിമിഷനായിട്ടിരുന്നപ്പോൾ ക്ഷണത്തിൽ സത്യവാൻ കാലപാശത്തിൽ നിന്നും വിമുക്തനാകുന്നതിൻ്റെ അടയാളങ്ങൾ ദൃശ്യമായി. ദീർഘയാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോഴുണ്ടാകുന്ന വർദ്ധിച്ച പ്രിയത്തോടെ അവൻ കാന്തയോട് പറഞ്ഞു, ഞാൻ കുറേ നേരം ഉറങ്ങിപ്പോയല്ലോ. എന്നെ എന്താണ് നീ ഉണർത്താതിരുന്നത്? എന്നെ വലിച്ചിഴച്ച ആ പുരുഷൻ എവിടെയാണ്? സാവിത്രി പറഞ്ഞു, ഭവാൻ എൻ്റെ മടിയിൽ കിടന്ന് നന്നായി ഉറങ്ങി. അങ്ങ് കണ്ടയാൾ ഭവാൻ, അയാൾ യമനാണ്. ഭഗവാൻ ഇപ്പോൾ ഇവിടം വിട്ടുപോയി. ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. കഴിയുമെങ്കിൽ അങ്ങ് എഴുന്നേറ്റാലും. ക്ഷീണമെല്ലാം ഉറങ്ങിത്തീർത്ത് വർദ്ധിച്ച ഉത്സാഹത്തോടെ എഴുന്നേൽക്കുന്നത് പോലെ സത്യവാൻ 4 ദിക്കിലേക്കും നോക്കിയ ശേഷം തനിക്ക് സംഭവിച്ച ഓരോന്നും ഓർത്തോർത്ത് പറഞ്ഞു. തലവേദനയാൽ ഭവതിയുടെ ആശ്ലേഷത്തിൽ ശയിക്കുമ്പോൾ ക്ഷണത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഘോരതമസിൽ ഞാൻ ആഴ്ന്നു. ആ സമയത്ത് അതീവ തേജസ്വിയായ ഈ പുരുഷൻ എന്നെ സമീപിച്ചു. അദ്ദേഹം ആരാണ്? ഞാൻ കണ്ടതെല്ലാം സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് കഴിയുന്നില്ല. അതെന്തിനായിരുന്നു? ഇരുട്ട് ഭീഷണമായി കനം വെച്ചതിനാൽ ആശ്രമത്തിൽ തങ്ങളെ കാണാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് സത്യവാനും സാവിത്രിയും തിടുക്കപ്പെട്ട് നടന്നു. നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടിയതിൽ ദ്യുമസേനനും ഭാര്യയും അതിയായി സന്തോഷിച്ചുവെങ്കിലും വനത്തിൽ പോയ മക്കളെ കാണാതെ അവർ കഠിനമായി വ്യസനിച്ചു. അവർ ആ രാത്രിയിൽ മക്കളെ തിരഞ്ഞ് വനത്തിൽ അലഞ്ഞു. സമീപത്തുള്ള ആശ്രമത്തിൽ സുർവച്ചസ്, ഗൗതമൻ, ഭരദ്വാജൻ, ദാൽബ്യൻ, ധൗമ്യൻ എന്നിവർ അവിടെ മക്കളെ തിരഞ്ഞെത്തിയ രാജദമ്പതിമാരെ ആശ്വസിപ്പിച്ചു. സത്യവാൻ സാവിത്രിമാർക്ക് യാതൊന്നും ഭവിക്കുകയില്ലെന്ന് ആ മുനിപുങ്കവന്മാർ ഉറപ്പിച്ചു പറഞ്ഞു. പ്രജ്ഞാപൂർണമായ ആ വാക്കുകളെ സാർത്ഥകമാക്കിക്കൊണ്ട് അല്പം കഴിഞ്ഞപ്പോൾ സത്യവാനും സാവിത്രിയും ആശ്രമത്തിൽ തിരിച്ചെത്തി. അടുത്ത ദിവസം പുലർന്നു. പ്രഭാതത്തിൽ സാൽവരാജമന്ത്രിമാർ ദ്യുമസേനൻ്റെ ആശ്രമത്തിൽ വന്നു ചേർന്ന് അതീവ ഭക്തിയോട് അദ്ദേഹത്തെ വണങ്ങി ഉണർത്തിച്ചു. അങ്ങയുടെ പ്രധാനമന്ത്രി ശത്രുരാജാവിനെ കൊന്ന് രാജ്യം വീണ്ടെടുത്തിരിക്കുന്നു. ശത്രുസേനയെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയിരിക്കുന്നു. അങ്ങ് മുൻപെന്ന പോലെ രാജ്യം ഭരിക്കണമെന്നാണ് ഞങ്ങളുടെയും പ്രജകളുടെയും അഭിലാഷം. അങ്ങ് ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണം. അങ്ങയെ ആനയിക്കാൻ ചതുരംഗ സേനയോടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തങ്ങളുടെ സ്നേഹമയനായ രാജാവിൻ്റെ അന്ധത വരലബ്ധിയാൽ നിശേഷം നീങ്ങിയതിൽ രാജഭക്തന്മാർ ഹൃദയപൂർവ്വം ആഹ്ലാദിച്ചു.
സജീവന്മാരുടെ അപേക്ഷ സ്വീകരിച്ച് ദ്യുമൽസേനനും പത്നി ശൈഭയും സത്യവാൻ സാവിത്രിമാരും രാജകീയ പല്ലക്കിൽ കയറി പരിവാര സമേതത്തോടെ സ്വനഗരമായ ശാല്വത്തിലേക്ക് പുറപ്പെട്ടു. ശാല്വത്തിലെത്തിയ ദ്യുമൽസേനും പുത്രൻ സത്യവാനും രാജാവും യുവരാജാവുമായിട്ട് വൃദ്ധ വിപ്രന്മാരാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. ആ അച്ഛനും മകനും ശാല്വധർമ്മനിഷ്ഠയോടെ പ്രജാതൽപരരായിട്ട് രാജ്യത്തെ പരിപാലിച്ചു. യമദേവന്റെ വരസിദ്ധി അനുസരിച്ച് സാവിത്രിക്ക് സത്യവാനിൽ നിന്ന് അവരുടെ പിതാവ് അശ്വപതിക്ക് പ്രതാപശാലികളായ 100 പുത്രന്മാർ വീതം ഭൂജാതരായി. പതിവ്രതാ നിഷ്ഠയുടെ നിറഞ്ഞ പ്രതീകമായി സാവിത്രി അച്ഛൻ, അമ്മ, ശ്വശുരൻ, ശ്വശ്രു, പതി എന്നിവരെല്ലാം ദുഃഖക്കടലിൽ നിന്നും രക്ഷിച്ചു. സാവിത്രിയുടെ ജ്വലിക്കുന്ന പാതിവൃത്യത്തിൻ്റെ കഥ പറഞ്ഞ ശേഷം മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചു. സാവിത്രിയെപ്പോലെ കുലീനയും മംഗളദായിനിയും സുശീലയുമാണ് പാർഷദി, നിങ്ങൾക്ക് ഉത്കർഷത്തിന് കാരണമാകും. പാർഷദി പാഞ്ചാലി, പാഞ്ചാലി പാണ്ഡവന്മാരുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമാകുമെന്ന് മുനി യുധിഷ്ഠിരനോട് പറഞ്ഞു. കഥ നാളെയും തുടരും. ഓം നമോ ഭഗവതേ വാസുദേവായ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.